ലോകത്തിന്റെ ഊർജ്ജനാഡിയിൽ പിടിമുറുക്കി നിൽക്കുകയാണ് അമേരിക്ക. പേർഷ്യൻ ഗൾഫിന്റെ കവാടമായ ഹോർമൂസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾക്കാണ്, അത് നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തീയിൽ വീണ്ടും എണ്ണയൊഴിക്കുന്നതിന് തുല്യമാവുകയാണ്. അമേരിക്കൻ നാവികോപരോധത്തെ സ്റ്റീൽ മതിലെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാൻ ഇനി ഒന്നും ചെയ്യാനാകില്ല എന്ന വെല്ലുവിളി. പക്ഷേ ട്രംപിന്റെ വാക്കുകൾക്ക് മറുപടിയായി ഇറാന്റെ നിലപാടും അത്ര തന്നെ കടുപ്പം നിറഞ്ഞതാവുകയാണ്. ഹോർമൂസ് ഇപ്പോഴും അടഞ്ഞു തന്നെയാണെന്നും അമേരിക്ക ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ല എന്നും ഇറാൻ ശക്തമായി വാദിക്കുന്നു. അതായത് ഒരേ കടലിടുക്കിന്റെ രണ്ട് കരകളിൽ നിന്ന് രണ്ട് അധികാര കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത് ഒരേ കാര്യം: നിയന്ത്രണം ഞങ്ങളുടേത്. ഇത് വെറും അമേരിക്ക ഇറാൻ തർക്കമല്ല, ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ നിർണായക പാതയിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഹോർമൂസിലെ ഓരോ കപ്പലിന്റെ ചലനത്തിനു പിന്നിൽ കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരവും രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയും സാധാരണ മനുഷ്യന്റെ അടുക്കളയിലെ ഇന്ധന വിലയും വരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ലോക വിപണിക്കും നയതന്ത്ര ലോകത്തിനും ഒരേപോലെ മുന്നറിയിപ്പാണ്. കടലിടുക്കിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അമേരിക്കയോ ഇറാനോ? അതോ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് യുദ്ധത്തിന്റെ അനിശ്ചിതത്വമോ? സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുമ്പോൾ ഹോർമൂസിൽ അമേരിക്കൻ ശക്തി പ്രകടനം തുടരുകയാണ്. ഇറാനും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണ് എന്ന അവകാശവാദവുമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത്. US നാവികസേനയുടെ ഉപരോധത്തെ ഉരുക്കുമതിലെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഈ തന്ത്രപ്രധാനമായ ജലപാത ഇപ്പോൾ ഞങ്ങളുടെ അധീനതയിലാണെന്നും അത് തങ്ങൾ തന്നെ കൈവശം സൂക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചത്. ഇക്കാര്യത്തിൽ ഇറാനിനി ഒന്നും ചെയ്യാനില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു കഴിഞ്ഞു. ഇറാന് സ്വന്തമായി നാവികസേനയോ വ്യോമസേനയോ ഇല്ല എന്നും അവരുടെ സൈനികർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്മേൽ US-ന് പൂർണ്ണ നിയന്ത്രണമുണ്ട്. അത് നമ്മൾ തന്നെ കൈവശം സൂക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നാവിക ഉപരോധത്തെ എല്ലാവരും ഉരുക്കുമതിലെന്നാണ് വിളിക്കുന്നത്. ഇറാൻ ഇതിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ ജീവനും കൊണ്ട് ഓടുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇറാൻ ഇനി പശ്ചിമേഷ്യയിലെ ഗുണ്ട അല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഒപ്പം അള്ളാഹുവിന് സ്തുതി എന്നും അദ്ദേഹം കുറിച്ചു. പശ്ചിമേഷ്യയിലൂടെയുള്ള ഊർജത്തിന്റെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും സുഗമമായ ഒഴുക്കിന് നിർണായകമായ ഈ തന്ത്രപ്രധാനമായ ജലപാതയുടെ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാൻ ഈ വാദത്തെ ശക്തമായി തള്ളിക്കളയുകയാണ്. US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുകയും തങ്ങളുടെ മരവിപ്പിച്ച ആസ്തികൾ തിരികെ നൽകുകയും ഉപരോധങ്ങൾ നീക്കുകയും യുദ്ധകാലത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്നതുവരെ അതുവരെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ പലകുറി വ്യക്തമാക്കുകയാണ്. ഫെബ്രുവരി 28-ന് ട്രംപ് ആരംഭിച്ച യുദ്ധത്തോടുള്ള പ്രതികരണമായി ഹോർമൂസിൽ ഇറാൻ സ്വന്തമായി ഒരു ടോൾ സംവിധാനം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ തങ്ങൾ നിശ്ചയിച്ച പാത മറികടക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് നിരവധി കപ്പലുകൾക്ക് നേരെ അവർ പലതവണ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ നിബന്ധനകൾ ശത്രുക്കൾ അംഗീകരിക്കുന്നതുവരെ ഉപരോധം തുടരുക എന്നതാണ് തങ്ങളുടെ തന്ത്രമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ശനിയാഴ്ചയും വ്യക്തമാക്കി. ശത്രു നമ്മുടെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കുന്നത് വരെ ഈ കടലിടുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് കേവലം ഒരു ജലപാതയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഒരു യുദ്ധരംഗമാണ് എന്നും അവർ പറഞ്ഞു വെച്ചു. നവംബറിലെ ഇടക്കാല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹോർമൂസ് അടച്ചിട്ടത് US-ൽ വിലക്കയറ്റം സൃഷ്ടിക്കുകയും ട്രംപിന് രാഷ്ട്രീയമായി തലവേദന ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ച ആക്സിയോസിനോട് സംസാരിക്കവേ ട്രംപ് ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഇത് വളരെ ശാന്തമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു വെച്ചത്. ഞങ്ങൾ അവരുമായി ചെറിയ തോതിൽ മാത്രമേ ചർച്ചകൾ നടത്തുന്നുള്ളൂ. അവരുടെ വൻതോതിലുള്ള പണപ്പെരുപ്പവും അവരുടെ പക്കൽ പണമില്ല എന്ന വസ്തുതയും ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വിജയകരമായി പരിഹരിക്കപ്പെടും, ഇതൊരു ചെസ് കളി പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തങ്ങൾ ഇടനിലക്കാർ വഴി അമേരിക്കയുമായി സന്ദേശങ്ങൾ കൈമാറുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ ലോക ഭൂപടത്തിലെ ഒരു നേർത്ത നീലവര ഇന്ന് മഹാശക്തികളുടെ അഭിമാനത്തിന്റെയും അധികാരത്തിന്റെയും യുദ്ധഭൂമിയായി മാറുകയാണ്. ഹോർമൂസിന്റെ കവാടമടഞ്ഞാൽ അതിന്റെ പ്രതിധ്വനി കേൾക്കുക ഗൾഫിൽ മാത്രമല്ല, ലോകത്തിന്റെ ഓരോ വിപണിയിലും ഓരോ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിലും, ഒരു പക്ഷേ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഓരോ വീടിന്റെ അടുക്കളയിലും അത് മുഴങ്ങിക്കേൾക്കും.